നീ പറയാതെ ഇനി നിൻ്റെ ദേശത്തിലെ ആ മന്ത്രവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രപ്രയോഗകന്മാരും, അതെ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവർ തന്നെ വായ് തുറക്കത്തില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയത്തെ മുൻപിൽ കണ്ടുകൊണ്ട് നിങ്ങളോട് ചിലത് പറയണം. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു ദൈവപ്രവൃത്തി നിങ്ങളോട് അറിയിക്കണം. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ മന്ത്രവാദത്താലും ആഭിചാരത്താലും ബാധിക്കപ്പെട്ട ഒത്തിരി പേർ എങ്ങനെ രക്ഷപ്പെടും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലോകം ബോധവാന്മാരല്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്, ഈ കാലഘട്ടത്തിലെ തന്ത്രമാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, പിന്നെ അയ്യോ സ്തോത്രം, ദൈവം എന്ന് പറഞ്ഞാൽ ചത്തുകളയും. അങ്ങനെ ആൾക്കാർ ദൈവത്തിലൊക്കെ വിശ്വാസമാണ്, പക്ഷെ പിശാചെന്ന് പറഞ്ഞു, ഓ പാസ്റ്റർ ഇപ്പോഴും പിശാച് എന്നൊക്കെ നിങ്ങൾ പറയും. അങ്ങനെ കുറയാണ്. പിന്നെ മന്ത്രവാദം ആഭിചാരം എന്നൊക്കെ പറഞ്ഞു, പിന്നെ അതിനൊക്കെ നിങ്ങളെന്താ പാസ്റ്റർ ഈ പറയുന്നത്? നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇങ്ങനെ നിങ്ങൾ എത്ര കാലം ആളെ പറ്റിക്കും? എടാ, നീയാന്ന് ആളെയും പറ്റിച്ച് സ്വയവും പറ്റിക്കപ്പെടുന്നത് നീയാ. ആമേൻ. ദൈവമുണ്ട്. ഇതാരാ നിന്നോട് പറഞ്ഞത്? ആമേൻ. ബൈബിളല്ലേ പറഞ്ഞേ? ആ ബൈബിൾ പറയുന്ന കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നേ. ആരുടെയെങ്കിലും വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കപ്പെടരുതേ, വഞ്ചിക്കപ്പെടരുതേ. എങ്ങനെ അറിയാൻ പറ്റും? പിശാചിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ പിശാച് വീട്ടിൻ്റെ നടയിൽ ജപ്തി നോട്ടീസ് ഒട്ടിക്കുന്നത് പോലെ കൊണ്ട് ഒട്ടിച്ചിട്ട് ഇന്ന് മുതൽ ഈ വീട്ടിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന്. നോ. നിങ്ങൾ ഒരു പ്രശ്നത്തിലാകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുന്നു, അതിന് പരിഹാരമുണ്ടാകുന്നില്ല. 1. 2, അതിനൊരു കാരണവുമില്ല. 1, പരിഹാരമുണ്ടാകുന്നില്ല. 2, അതിനൊരു കാരണവുമില്ല. ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടലിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു, അത് പരിഹരിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? കാരണവും അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം. നിനക്ക് വിരോധമായി ചിലർ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്, അതുതന്നെയാണ് കാരണം. കാരണമില്ലാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കത്തില്ല. സഹോദരി, ഇന്നലെ വരെ ചക്കയും അടയും പോലെ ഇരുന്ന നീ നിൻ്റെ ഭർത്താവും തമ്മിൽ ഇപ്പം കണ്ട കീരിയും പാമ്പും പോലെ. എൻ്റെ ഭർത്താവിനും മാറ്റം വന്നു. കാരണം അറിയത്തില്ല പാസ്റ്റർ. നിൻ്റെ ഭർത്താവിനോട് ചോദിക്കണം, അവന് ഇതേനെ പറയും നിനക്ക് മാറ്റം വന്നു. കാരണം അറിയത്തില്ല പാസ്റ്റർ. അല്ല, നീ പറയും പിന്നെ എനിക്കൊരു മാറ്റവും വന്നില്ല, പാസ്റ്റർ കള്ളം പറയുന്നതാ. നോ, നീ പോലും അറിയാതെ നീ മാറി. അതാണ് നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണം. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ കാരണം അറിയത്തില്ല. എൻ്റെ ഭർത്താവിനെ എനിക്ക് സ്നേഹമാണ്, എൻ്റെ ഭാര്യ എനിക്ക് സ്നേഹമാണ്, പക്ഷേ പിന്നിൽ കാരണം ഞാൻ പറയാം, പിശാചിൻ്റെ പ്രവൃത്തി. നിങ്ങളുടെ കുടുംബമായുള്ള സന്തോഷകരമായ ജീവിതം ഇഷ്ടപ്പെടാത്ത ചിലർ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. നേർച്ചകൾ നേർന്നു, ഓ സ്തോത്രം, മന്ത്രവാദങ്ങൾ ചെയ്തു, ആ വിചാരങ്ങളിലൂടെ. അത് തന്നെ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് ഇപ്പോൾ പഠിക്കുന്നില്ല. ഒരു കുഴപ്പമില്ല, ഒരു സ്വഭാവ ദൂഷ്യമില്ല, പക്ഷേ പഠിക്കുന്നില്ല. ഒരേ ഇരിപ്പാ. എന്താ കാരണം? ഒരു കാരണവുമില്ല. പിന്നിലെ കാരണമാണ് പറഞ്ഞേ. നീ സ്വപ്നം കണ്ട, നിൻ്റെ തലമുറകളിലൂടെ നീ നിവർത്തിച്ചെടുക്കുമെന്ന് സ്വപ്നം കണ്ട ആ സ്വപ്നത്തെ ഭയപ്പെടുന്ന ചിലർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം നിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് ഇഷ്ടമില്ലാത്ത ചിലർ പുറത്തുണ്ട്. അവർ പറയുക, വേണ്ട, മതി, വല്ല കൂലിപ്പണിക്കും പോയി ജീവിച്ചാൽ മതി, എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി, അല്ലാതെ വലിയ സ്വപ്നങ്ങളും വലിയതൊന്നും ഉണ്ടാകണ്ട. അതെ, നിനക്ക് പ്രശ്നമുണ്ട്, കാരണം അറിയത്തില്ല. അതിന് മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല പൊന്നു പാസ്റ്ററെ, അല്ലേ? അതിന് മാത്രം ഒരു പാവവും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ മക്കൾ അങ്ങനെയുള്ളവരല്ല, പക്ഷേ കണ്ണുനീര്. എൻ്റെ മോൾ അങ്ങനെയുള്ളവളല്ല, പക്ഷെ പോയി കയറിയെടുത്ത് അവൾ കരയുക. കാരണം എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആമേൻ, പിശാചുണ്ട്, അവൻ്റെ പ്രവൃത്തികളുണ്ട്, അവനെ തൂണ്ടിവിടുവാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദുഷ്ട മനുഷ്യരുണ്ട്. നിൻ്റെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും വിരോധമായി. ആ ഭവനത്തിൻ്റെ പണി പ്ലാനിങ് എല്ലാം ഓക്കെ ആയിരുന്നേ, അത് പൂർത്തിയാകാൻ എന്താ തടസ്സം? എന്തുകൊണ്ടാണ് ആ നന്മ തക്ക സമയത്ത് കിട്ടാതെ പോയത്? വല്ല കാരണമുണ്ടോ? ആ ലോണ് റിജക്റ്റായി പോകാൻ എന്ത് കാരണമാണ് ഉള്ളത്? റിജക്റ്റ് ആയില്ലേ? പിന്നിലെ കാരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പണി പൂർത്തിയാകുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, സ്വർഗമതകനെ ചെയ്യുന്ന കൃപയ്ക്കായി. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരുണ്ട്. വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് മുമ്പിൽ പ്രൈസ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങളായുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളിലൂടെ ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. ഒരു കാരണവുമില്ലാതെ സന്തോഷമായി പോകുന്ന കുടുംബം പെട്ടെന്ന് തകർന്നു പോകുന്നു.
നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നവൻ പെട്ടെന്ന് രോഗിയായിത്തീരുന്നു. എത്ര ഡോക്ടർമാരെ കാണിക്കുന്നു, എന്തൊക്കെ മെഡിസിൻ കഴിക്കുന്നു, ഒരു മാറ്റമില്ല. അത് തന്നെ അവസ്ഥ. കർത്താവ് തന്നെ സൗഖ്യമാക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. യെസ്, ഓ റീബാല മാഷേഖനെ, മരുന്നിനും വൈദ്യനും കഴിയാത്തതിൻ്റെ കർത്താവ് ചെയ്തെടുക്കുക. ആമേൻ. നമ്മളിതിങ്ങനെ എത്ര കാണുന്നേ. സ്തോത്രം. അവിടെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുക. കിട്ടാനുള്ള പൈസകളിൽ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുക. കിട്ടാനുള്ള പൈസയും പോയി, കമ്പനി വരെ പോയി. ആമേൻ. ഞാനതങ്ങനെ ചിരിച്ച് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നിൽ കാരണമില്ലേ? നിങ്ങൾ ഇനിയും ചതിക്കപ്പെടരുത്, ഇനിയും വഞ്ചിക്കപ്പെടരുത്. നോക്കൂ, ചിന്തയ്ക്ക് വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വായിച്ചില്ലേ? അപ്പോൾ വായിച്ചു തരാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 44-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ബഹളം വയ്ക്കരുത്, പറഞ്ഞുതരാം. അപ്പോൾ കുറേയുണ്ട് കാര്യങ്ങൾ പറയാൻ. മിസ്രയീം ദേശത്ത് ഇനി ഒരുത്തനും യോസേഫിൻ്റെ വാക്കിന് മുൻപിലല്ലാതെ ചലിക്കത്തില്ല. യോസേഫിൻ്റെ വാക്കാണ് അവിടുത്തെ അതോറിറ്റി. അവിടെ ജോലികൾ ചെയ്യുന്നവരുണ്ട്, കൊട്ടാരത്തിൽ ജോലികൾ ചെയ്യുന്നവരുണ്ട്, മറ്റു ഫീൽഡുകളിൽ ജോലികൾ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ യോസേഫിൻ്റെ വാക്കിന് മുൻപിൽ, ആ വാക്കിന് കീഴ്പ്പെട്ട് ജോലി ചെയ്യും. അപ്പം വീണ്ടും സംശയം വന്നു, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞ ഇതൊന്നും അല്ലല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് മിസ്രയീമിലുള്ള ജോലിക്കാരും കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരും ഫറവോൻ്റെ വാക്കിനനുസരിച്ച് ജീവിക്കും, ആ അധികാരമുണ്ട് എന്നല്ല. മിസ്രയീമിലുള്ള സകലരും. മിസ്രയീമിൽ ആരൊക്കെയുണ്ട്? ആമേൻ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രഭാതകാലത്ത് അവൻ വ്യാകുലപ്പെട്ടു, മിസ്രയീമിലെ മന്ത്രവാദികളെയും ജ്ഞാനികളെയും എല്ലാം ആളയച്ച് വരുത്തി. അപ്പം മിസ്രയീമിൽ ആരുണ്ട്? മന്ത്രവാദികളുണ്ട്, ജ്ഞാനികളുണ്ട്. ഏത് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ മന്ത്രവാദികൾ വെറും ലോക്കൽ മന്ത്രവാദിയാണോ? രാജാവ് വിളിച്ചു വരുത്തുവാൻ തക്കവണ്ണം, രാജാവ് ഉറക്കറയിൽ കാണുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാൻ വിളിച്ചു വരുത്തിയ സമയത്ത് ഇവർ പരാജയപ്പെട്ടു. അതിനർത്ഥം ഇവരെല്ലാ സമയത്തും പരാജയമെന്നല്ല. മുൻകാലങ്ങളിലും രാജാക്കന്മാർ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നങ്ങളെ മന്ത്രവാദികളും ജ്ഞാനികളും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ യോസേഫ് എന്ന ഭക്തനുള്ളത് കൊണ്ട് അവരോട് കർത്താവ് പറഞ്ഞു, ഇനി നീ വ്യാഖ്യാനിക്കേണ്ട, എൻ്റെ ഭക്തനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കഴിവുള്ള പലരും ഉണ്ട്. പക്ഷേ കർത്താവ് ചിലരോട് പറയുക, ഇനി കുറച്ച് നേരം എൻ്റെ ഭക്തൻ്റെ സമയമാണ്, നിൻ്റെ സമയമാണ്. സഹോദര, ആ ജോലി സ്ഥലത്ത് ഇനി നിൻ്റെ സമയമാണ്. നിന്നെക്കാൾ കഴിവുള്ളവർ, പേരുള്ളവർ, പെരുമയുള്ളവർ ദൈവത്താൽ മാറി നിൽക്കുവാൻ പോകുക. അതേ സഹോദരി, ഇനി നിൻ്റെ സമയം. ആ ഭവനത്തിനകത്ത് യേശുവിൻ നാമത്തിലാണ് മക്കളെ, ആ ദേശത്തിൽ ഇനി നിങ്ങളുടെ സമയം. ഓ റീഥാബ ഷേഖേനെ. അമേൻ. കഴിവുള്ള, പാരമ്പര്യമുള്ള, പേരുള്ള, പെരുമയുള്ള ചിലരോട് കർത്താവ് പറയും, അല്പം ഒന്ന് അടങ്ങ്, സൈലൻ്റ് ആക്, എൻ്റെ ചെക്കൻ വന്നിട്ടുണ്ട്. ഓ റീഥാമ ഷേഖേനെ. അപ്പോൾ ഇവർക്ക് ശക്തിയുണ്ട്. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ശക്തി ചില്ലറയൊന്നുമല്ല. വടി നിലത്തിടും, അത് പാമ്പാവും. ദൈവത്താൽ സംഭവിച്ച അത്ഭുതങ്ങൾ അതുപോലെ ആവർത്തിക്കുവാൻ കഴിവുള്ളവരാണ് മിസ്രയീമിലെ മന്ത്രവാദികൾ. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പം മന്ത്രവാദമില്ല, ആഭിചാരമില്ല, ശക്തിയില്ല എന്ന് പറഞ്ഞ് വെറുതെ തുള്ളിച്ചാടി വളരെ കുഴിയിലും വിഴുന്ന് കാലും കൈ ഓടിയരുത്. സ്വയം ഇരുന്ന് ആലോചിച്ച് നോക്ക്, വല്ല കാരണമുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ പിന്നിലുള്ള കാരണം ഞങ്ങൾ പറഞ്ഞു തരാം. ആമേൻ. അപ്പോൾ ഫറവോൻ പറയുന്നത്, നിനക്ക് അധികാരമുണ്ട്. ഇനി ഇവരൊക്കെ നീ പറഞ്ഞിട്ടേ വാ തുറക്കത്തുള്ളൂ. ഇന്ന് അധികാരം ഫറവോൻ യോസേഫിന് കൊടുത്ത അധികാരമല്ല. എൻ്റെ കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിലെ മരണം മുഖാന്തരം നിനക്ക് തന്നൊരു അധികാരമുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. നിൻ്റെ നാവിനൊരു അധികാരമുണ്ട്. അതേ, കേൾക്ക്. നീ പറഞ്ഞിട്ടല്ലാതെ ഇനി ചില മന്ത്രവാദികൾ വായി തുറക്കത്തില്ല. പറയേ, ഇനി ഒരു മന്ത്രവാദ ശബ്ദം അവിടെ വേണ്ട. നിനക്ക് വിരോധമായ ഒരു മന്ത്രവാദിയുടെ വാക്കുകൾ എഴുന്നേൽക്കേണ്ട. ചില മന്ത്രവാദികളൊക്കെ ദേശം വിട്ടോടുവാൻ പോകുക. നിന്നെയും നിൻ്റെ കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കിയ, നിനക്ക് മുമ്പേ ഒത്തിരി പേരുടെ ജീവിതത്തിൽ തീമഴ പെയ്യിപ്പിച്ച ചിലതിനെയൊക്കെ ദൈവം അവിടെ നിന്ന് തുരത്തുവാൻ പോകുക. ആമേൻ. പ്രാർത്ഥിക്കുന്ന സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദര, നിൻ്റെ നാവിനൊരു അധികാരമുണ്ടെന്നേ.
ഓ റാധാല മാഷേഖേനെ കളിയാക്കുന്നവർക്ക് അറിയാത്തൊരധികാരം. അവർക്ക് കാരണമറിയാതെ കരയാൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് കാരണവും അറിയാം, അതിന് പരിഹാരവും അറിയാം. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച തൊട്ടടുത്ത വാക്യമാണ്. വായിച്ചു തരട്ടെ. 45-ാമത്തെ വാക്യം, 41 ഉൽപ്പത്തി പുസ്തകമാണ്. ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. പേരിൻ്റെ അർത്ഥം ദേശത്തിൻ്റെ രക്ഷകൻ. ശുശ്രൂഷക, ഇനി നിൻ്റെ ദേശത്തിൻ്റെ രക്ഷകൻ നീയാണ്. സഹോദരി, ഇനി നിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷക നീയാണ്. പ്രാർത്ഥിക്കുന്ന സഹോദര, ഇനി നിൻ്റെ ദേശത്തിൻ്റെ, ഇനി നിൻ്റെ തെരുവിൻ്റെ രക്ഷകൻ നീയാണ്. ഓ റീഥാലമാശേഖനെ, പേര് മാറുവാൻ പോകുകയാണ്. ഇനി നീ പറയണം, മന്ത്രവാദി വായ് തുറക്കണമെങ്കിൽ, മന്ത്രവാദ വാക്കുകൾ പുറത്തു വരുവാൻ തക്കവണ്ണം വായ് തുറക്കപ്പെടണമെങ്കിൽ നീ പറയണം ആമേൻ. അധികാരം കർത്താവ് തരിക. ഓ റീഥാലമാശേഖനെ, റെഡിയാണോ? ചില്ലറ കാര്യമല്ല കേട്ടോ. അതൊരു അധികാരം തന്നാൽ മാത്രം പോരാ, അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യം. പ്രാർത്ഥിക്കുവാൻ കൂടെയുണ്ട് ഞങ്ങൾ, ഉപവസിക്കുവാനും. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ, ദേശത്തിലെ മന്ത്രവാദത്തിൻ്റെ അഭിചാരത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ബാധിക്കപ്പെട്ടു പോയ നിങ്ങളും നിങ്ങൾക്കൊപ്പം അനേകരും പുറത്തു വരുന്ന സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്തു. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് രാവിലെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുമായി നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിത്യത ലക്ഷ്യമാക്കിയുള്ള യാത്ര കൂടെ കൂട്ടിക്കോ. ഭയങ്കര അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടിക്കോ. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ഭയങ്കര അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നു. ജോയിൻ ചെയ്യുക. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണി മുതൽ കാട്ടക്കടയ്ക്ക് നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കുറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. പ്രൈസർ ഫാമിലിക്കൊപ്പം നമുക്കവിടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ദേശത്തിലെ മന്ത്രവാദികളാലും ആഭിചാരകന്മാരാലും ജീവിതം തന്നെ നരകമായി തീർന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാരണമറിയാതെ കരഞ്ഞ നാളുകൾക്കും നിലവിളിച്ച നാളുകൾക്കും കണ്ണുനീരോടെ മരണഭയത്തോടെ ആയിരുന്ന നാളുകൾക്കും സ്വർഗ്ഗം അങ്ങ് അറുതി വരുത്തണമേ. ദേശത്തിലെ മന്ത്രവാദികളെയും ശകുനവാദികളെയും നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അധികാരം നൽകി സ്വർഗ്ഗം ഇവരെ അങ്ങ് മാനിക്കണമേ. ഇവരുടെ നാവിന് മുമ്പിൽ മന്ത്രവാദ ശക്തികൾ തകർക്കപ്പെടട്ടെ. റാബ ഷേഖേനെ റാധൂറിയ ഷബലറദരബൗഡ ഷന്താർഗൻ യേശുവിൻ നാമത്തിൽ തൊഴിൽ സംബന്ധമായുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും ഒതുക്കിക്കൂട്ടുന്ന മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും ശക്തികളെയും ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. ബിസിനസ് മേഖലകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിവൃദ്ധിയും വർധനവും വിശാലതയും സ്വർഗ്ഗം അങ്ങ് ഒരുക്കണമേ. സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവകാശവാദങ്ങളും പോരുകളും അഴിഞ്ഞു മാറട്ടെ. ഉയർച്ചയ്ക്ക് വിരോധമായി ആഭിചാരങ്ങളുടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ സ്ഥാപനത്തെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റ ദുഷ്ടപിശാചിനെ സ്വർഗ്ഗം അങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരുടെ നാവുകളിൽ അധികാരത്തെ നൽകണം. ഇവർ അതിനകത്ത് സ്തുതിക്കുമ്പോൾ, ഇപ്പോൾ മുതൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്ഥാപനങ്ങളുടെ മേലുള്ള എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. വിവാഹങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന വൈശ്വാചിക വ്യാപാരങ്ങൾ അഴിയട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. വിദ്യാഭ്യാസത്തെ തകർക്കുന്ന തലമുറകളുടെ നല്ല സ്വഭാവത്തെ തകർത്ത് കളയുന്ന അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന വൈശ്വാചിക ബാധിപ്പുകളെ സ്വർഗ്ഗം തകർത്ത് ഇവരെ പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്, ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളും പലിശക്കടങ്ങളും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും. സ്വർഗ്ഗം പ്രവർത്തിക്കണം. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ രോഗികളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാരണമറിയാതെ ചികിത്സിച്ച് നിരാശപ്പെട്ടായിരിക്കുന്നവർ സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിർത്തുക. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.